നമസ്കാരം. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് പരമാവധി ചർച്ചയാക്കിക്കൊണ്ട് മുന്നേറുകയാണ് ഉത്തർപ്രദേശിലെ BJPയുടെ നേതൃത്വം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിലേക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷണം ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. അതിനുശേഷം ചില അഭ്യൂഹങ്ങൾ പുറത്തു വന്നു. ഒരുപക്ഷെ കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷയായ സോണിയാഗാന്ധി തന്നെ ഈ ചടങ്ങിൽ പങ്കെടുത്തേക്കാം, അല്ലെങ്കിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ വക്താവ് കൂടിയായ അധർ രഞ്ജൻ ചൗധരി ഈ ചടങ്ങിൽ പങ്കെടുത്തേക്കാം. അങ്ങനെ പലവിധ അഭ്യൂഹങ്ങൾ ഉയർന്നു. ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുകയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന്. ആ സമയത്ത് തന്നെ ഉത്തർപ്രദേശിലും അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകങ്ങൾ ഒന്നടങ്കം പറഞ്ഞതാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വലിയ തിരിച്ചടി സമ്മാനിക്കുമെന്ന്. പക്ഷെ അന്ന് അവരുടെ വാക്ക് കേൾക്കാൻ, സ്വന്തം നേതൃത്വത്തിന്റെ വാക്ക് കേൾക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കെൽപ്പില്ലായിരുന്നു. കാരണം ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള കോൺഗ്രസ് ഘടകങ്ങളുടെ, സംസ്ഥാന ഘടകങ്ങളുടെ വലിയ എതിർപ്പ് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുക തന്നെ ചെയ്തു. നമുക്കറിയാം, പെട്ടെന്നൊരു തീരുമാനം കോൺഗ്രസ് പാർട്ടി ആ വിഷയത്തിൽ എടുത്തിരുന്നുവെങ്കിൽ കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു, ഉത്തരത്തിലുള്ളത് എടുക്കാനും പറ്റിയില്ല എന്നൊരവസ്ഥയിലേക്ക് അവരെത്തുമായിരുന്നു. എന്തായാലും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, മതേതരത്വം പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നതെങ്കിൽ പോലും കൃത്യമായ ന്യൂനപക്ഷ പ്രീണനം അവർ നടത്തുന്നുണ്ട്. അങ്ങനെ ദക്ഷിണേന്ത്യയിൽ തങ്ങൾക്ക് എപ്പോഴും അനുകൂലമായിരിക്കുന്ന ആ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് തങ്ങളെ വിട്ടുപോയേക്കുമോ എന്നുള്ള പേടി കൊണ്ട് മാത്രമാണ് ഈ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസ് പാർട്ടി പങ്കെടുക്കാതെ പോയത്. ആ സമയത്ത് തന്നെ ഉത്തർപ്രദേശിൽ അടക്കമുള്ള സംസ്ഥാന ഘടകങ്ങൾ ഇതിൽ എതിർപ്പ് അറിയിച്ചിരുന്നു. മാത്രമല്ല, വലിയൊരു പ്രശ്നത്തിലേക്ക് ഇത് പോകാതിരിക്കാൻ ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും അയോധ്യയിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ദേശീയ തലത്തിൽ നിൽക്കുന്ന നേതാക്കൾ, രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെ പോലുള്ള നേതാക്കൾ അയോധ്യയിലേക്ക് എത്താത്തത് തീർച്ചയായും BJP രാഷ്ട്രീയ ആയുധമാക്കുമെന്ന് നമുക്കെല്ലാം അറിയാമായിരുന്നു. ഇപ്പോൾ അത് നരേന്ദ്രമോദി തന്നെ ആവർത്തിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടികൾക്കിടയിൽ ഇപ്പോൾ വീണ്ടും ഈ വിഷയം ചർച്ചയാക്കുന്നുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്തില്ല? കോൺഗ്രസുകാർ ഹിന്ദു വിരോധമാണ് മുൻപോട്ട് വെക്കുന്നത് എന്ന ഒരു ആശയം, അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചെടുക്കാൻ നിലവിൽ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യ സേഫ് ആക്കി വെക്കുക എന്ന ഒരൊറ്റ കാരണം കൊണ്ട് കോൺഗ്രസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് നിരവധി സീറ്റുകളുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ചില മേഖലകൾ കൂടിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമുക്കറിയാം, പണ്ട് പലപ്പോഴും പല വിഷയങ്ങളിലും ഒരു മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചു പോകുന്ന പാരമ്പര്യം, അങ്ങനെ ഒരു ചരിത്രം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അത് തന്നെ അയോധ്യയിലും സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇത്ര കണ്ട് ഇത് ഉത്തരേന്ത്യയിൽ തിരിച്ചടിക്കില്ലായിരുന്നു. ഈ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ വന്ന സന്ദർഭത്തിൽ അവിടെ ലീഗിന്റെ കൊടികൾ ഉയർന്നില്ല. ലീഗിന്റെ കൊടികൾ ഉയർന്നിരുന്നുവെങ്കിൽ അത് ഉത്തരേന്ത്യയിൽ BJP ഒരു രാഷ്ട്രീയ ആയുധമാക്കിയേക്കാം എന്ന ഭയം കൊണ്ട് തന്നെയായിരുന്നു അങ്ങനെ ഒരു ഉദ്യമത്തിന് അവർ മുതിരാതെ പോയത്. അതിന് ലീഗിനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ലീഗിന്റെ ആ രാഷ്ട്രീയ പരമായ സമീപനം അത് കോൺഗ്രസിന് വലിയ നേട്ടം സമ്മാനിക്കുമെന്നൊക്കെ അവർ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ഇവിടെ ഈ ലീഗും അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലുള്ള ചില സംസ്ഥാനങ്ങളും ഒക്കെ ചേർന്ന് കോൺഗ്രസിനെ പിന്താങ്ങുമ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അയോധ്യ രാമക്ഷേത്രം കോൺഗ്രസിന് തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. എന്തായാലും മോദി ഇപ്പോൾ വീണ്ടും അയോധ്യ ആയുധമാക്കിയ സ്ഥിതിക്ക് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് രേഖപ്പെടുത്തേണ്ടതായി വരും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.